ഇന്നത്തെ കണ്ടന്റ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ആകെ പേടിയുള്ളത് വെള്ളമാണ്. ഇങ്ങനെ 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 തെറിക്കുന്നതാണ്. ഈ പൊട്ടന്മാരുടെ വിണ്ടത് ചെയ്യണേ ഈ പൊട്ടന്മാരുടെ വിണ്ടത് ചെയ്യണേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ഡയന വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, D4 ഡയന വ്ളോഗിലേക്ക് ഓക്കെ. ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും D4 ഡയന വ്ളോഗിലേക്ക് സ്വാഗതം. Oh my god. ഹായ് ഗൈസ്, ഹായ് ഗൈസ്. അപ്പോൾ എനിക്കൊരു റീൽസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജയൻ ഷർട്ട് ഇട്ടിട്ട് വന്നേക്കാണ്. അപ്പോൾ എനിക്ക് നിന്ന് നിൽപ്പിൽ ആര് വേണമെങ്കിലും ആവാൻ പറ്റുള്ളൂ. വൺ മാൻ ഷോ ആണ് ഗൈസ്. നോക്കണ്ട. യെസ് ഗായ്സ്, അപ്പം ഞാൻ ലൈവായിട്ട് ഇതേ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഗായ്സ്, അപ്പം നിങ്ങൾ ഇന്നത്തെ കണ്ടന്റ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾ പേടിച്ചു പോകും. ഇങ്ങോട്ട് വരാൻ തന്നെ എല്ലാവർക്കും പേടിയാവും. കാരണം ഇവിടെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ഇവിടെ നല്ല രസമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ. പക്ഷേ ഈ കാര്യം കണ്ടാൽ നിങ്ങൾ പറയും, അയ്യോ ഞാനില്ല. പക്ഷേ അത് ഈ വേനൽക്കാലത്ത് മാത്രമേ ഉള്ളൂ. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നരഭോജികളായ കുറേ കുരുട്ടുകൾ, കറുത്ത കുരുട്ടുകൾ നിറച്ചും എങ്ങോട്ടാണെന്നറിയുമോ? നമ്മുടെ മണ്ണില്. അപ്പൊ പൊടിമണ്ണില് ഒരുപാട് ഈ കറുത്ത സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഗായ്സ്, നമ്മുടെ ചെള്ളാണ്. മനസ്സിലായോ? ചെള്ളെന്ന് പറഞ്ഞാല് ഭയങ്കര ചെള്ളാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മളിവിടെ പട്ടീനെ വളർത്തുന്നതുകൊണ്ടാണ്, പൂച്ചനെ വളർത്തുന്നതുകൊണ്ടാണ് ഒരുപാട് ചെള്ളുകളെന്ന്. പക്ഷേ അതൊന്നുമല്ല. ചെള്ള് നമ്മുടെ ഈ വേനൽക്കാലത്ത് നമ്മുടെ പൊടിമണ്ണിൽ നിന്ന് തന്നെ മുളച്ചുണ്ടാകും. ഒരെണ്ണത്തിനകത്ത് നിന്ന് ഒരു 100 എണ്ണം ഉണ്ടാകും. അങ്ങനെ ചെള്ളിൻ്റെ ഒരു പേര് മഴയത്താണ് ഞാൻ നിൽക്കുന്നത് ഗായ്സ്. അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മുടെ ചെള്ളില്ല. അപ്പോൾ ഇത് പൊടിമണ്ണ് അധികം ഉള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗിനിപ്പന്നീൻ്റെ കൂടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇഷ്ടം പോലെ പൊടിമണ്ണുണ്ട്. അപ്പം അവിടെയാണ് നമ്മുടെ ഈ ചെള്ളുകൾ ധാരാളമായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചാടീൻ്റെ അവിടേക്കൊന്നും നമുക്ക് ഈ കാലിങ്ങനെ കൊണ്ട് വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോഴേയും കാലിങ്ങനെ പൊതിഞ്ഞ് നമ്മൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ രണ്ടിലും കറുത്ത് ഇരുണ്ട് നമ്മുടെ 2 കാലും അങ്ങനെ കറുത്തിരിക്കും. കാരണം ആ കറുത്തത് ഫുള്ള് ചെള്ളാണ്. അപ്പം ഈ പ്രാവശ്യം ചെള്ളുകളെല്ലാം കൂടി മാറി മറിഞ്ഞു വന്നേക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഒരു വശത്ത് നിറച്ച് ചെള്ളാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ഗിനിപ്പന്നികൾക്കൊന്നും തീറ്റ കൊടുക്കാൻ പോലും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ചെള്ളുകളാണ് കേട്ടോ. അപ്പം ഈ ചെള്ളുകൾക്ക് എന്ത് മരുന്നാണ് ഉള്ളത് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളൊക്കെ വരുമായിരിക്കും. ഭാഗ്യത്തിന് നമുക്കിതുവരെ അങ്ങനത്തെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് കടിച്ചു കഴിയുമ്പോൾ കാല് ഫുള്ള് നമുക്ക് ഈ ചിക്കൻ ബോക്സ് വന്ന പോലെ റെഡ് ഡോട്ടായിട്ട് തടിച്ച് ഇങ്ങനെ കിടക്കും. അത് കടിക്കുന്നത് ഒന്നുമല്ല, അത്രയ്ക്ക് നമുക്ക് വേദനയും അതുപോലെ തന്നെ ചൊറിച്ചിലുമാണ് കേട്ടോ. അപ്പോൾ ഒരു ചൂട്ടാപ്പീക്കര നമ്മുടെ കണ്ണിനെ കാണാൻ പോലും പറ്റില്ല. അത്രയും ചൂട്ടാപ്പീക്കര കടിച്ചവരെ വെരി വെരി പെയിൻഫുൾ ആൻഡ് ഭയങ്കര ഇച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാരുടെ അടുത്തേക്ക് നമുക്ക് പോകാം. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് ചെള്ളിനൊന്ന് നേരിട്ട് കാണാം, എങ്ങനെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വേഗം ചെള്ളുള്ള സ്ഥലത്തേക്ക് പോകാം ഗായ്സ്. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ ഞാൻ വലതുകാല് വെച്ച് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴേ ചെള്ളുകൾ പൊതിയുന്നുണ്ട്. വാവാറ്റ ക്യാമറമാൻ എൻ്റെ പുറകെ വന്നോ ഗായ്സ്. അപ്പം ഇവിടേക്കാണ് അധികം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഈ പരിസരത്തൂടി പോയാൽ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഇടയ്ക്കൊക്കെ കയറി നമ്മൾ അങ്ങോട്ട് കൊടുക്കൂടും. നല്ല രസമാണ്, വേറെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഈ കാണുന്നുണ്ട്, അത് എന്റെ കാലിലുണ്ട്. നിക്ക്. അപ്പൊ ഗായ്സ്, നമുക്കൊന്നൊരു ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 5 മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ പോട്ടെ. ഭയങ്കരമായിട്ട് ചെള്ളുകൾ എന്റെ കാലിൽ കണ്ടോ. ഫോക്കസ് ക്യാമറമാൻ, ഫോക്കസ് ചെയ്യേ. കണ്ടോ ഈ ബ്ലാക്ക് കാണുന്നൊക്കെ ഇതുണ്ടോ, ഇതൊക്കെ ചെള്ളാണ്. അപ്പോൾ മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു ഞാൻ, അല്ല DSLR ഉണ്ടായിരുന്നു, അല്ലെ S24 അൾട്ര, അല്ലെ iPhone ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം.
രണ്ട് കാലിലും ചെള്ളുകൾ കേറി. അപ്പൊ നോക്കൂ എന്റെ കാലിലൊക്കെ നിറച്ച്. ഇത് കണ്ടോ? എവിടെ 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 കണ്ടോ ഗൈസ്? ഈ കാണുന്നൊക്കെ നമ്മുടെ പാവാറ്റി ഓടി. ദൈവമേ ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെല്ലാം ഈ കാണുന്ന മുഴുവനും ചെള്ളുകളാണ്. നിങ്ങൾക്ക് എല്ലാം കാണുന്നുണ്ടോ? നോക്കിക്കേ. അയ്യോ 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 അയ്യോ. അപ്പം ഈ ചെള്ളുകൾക്ക് ആകെ പേടിയുള്ളത് വെള്ളമാണ്. അമ്മേ, എല്ലാത്തിനും ഇത് തന്നെ കൈ കൊണ്ട് തട്ടിക്കളയുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കണ്ട ഗായ്സ്, തട്ടിക്കളഞ്ഞാലും എല്ലാം തെറിച്ച് കയറുന്നുണ്ടോ? ഓനോ ഓനോ, കണ്ടോ കണ്ടോ? അമ്മേ, അയ്യോ 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 ഓനോ. അമ്മേ നോക്കുക ഗൈസ്, ഈ ബ്ലാക്ക് കാണുന്ന എല്ലാം നമ്മുടെ ചെള്ളുകളാണ് കേട്ടോ. അമ്മേ ഇങ്ങോട്ട് നോക്കാം. ഇവിടെയാ? അപ്പൊ കണ്ടോ, നമുക്ക് ഇവിടേക്ക് തീറ്റ കൊടുക്കാൻ പോലും വരാൻ പറ്റില്ല. നമ്മൾ വേഗം വാതിൽ തുറന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓടലാണ് പതിവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചെള്ളുകൾ നമുക്ക് ഓരോരുത്തരായിട്ട് അങ്ങ് പിടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് കണ്ടോ ഇത് തെറിച്ചു. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ചെള്ളെന്ന് പറയുന്നത്. അയ്യോ, എൻ്റെ കൈയാണെങ്കിൽ മൊത്തത്തിൽ വേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് തന്നെ കൈയും കാലൊക്കെ നന്നായി വേർക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ തെറിക്കുന്നു അതോ എല്ലാം തെറിച്ചു പോയി. അപ്പോൾ ഇവർ ചാവല്ല, റബ്ബർ പോലെയാണ്. അപ്പോൾ അതെ, ഇവനെ ഓരോരുത്തരെ നമ്മൾ നഖത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, ടിഷ് ഇങ്ങനെ നമ്മൾ കൊന്നു കളയും കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മൃഗങ്ങളുള്ളിടത്ത് മാത്രമല്ല, ഈ വേനലാകുമ്പം അയ്യോ നിറച്ചിട്ട് കടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ രാവിലെ അടിച്ച് കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ട് ഞാൻ എന്താക്കി കയറി ചെള്ളിനെയൊക്കെ ഞാൻ തീയിലേക്ക് ഇങ്ങനെ ആക്കി കളയും. അതാണ് ഗായ്സ് ഒരു രക്ഷയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഞാൻ കപ്പലിൽ വെള്ളം എടുത്തുകൊണ്ട് വരും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ഞാൻ കപ്പലിൽ വെള്ളം പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലിൽ കയറിയ ചെള്ളുകളുണ്ടല്ലേ, അപ്പോൾ ഇതുങ്ങളൊക്കെ നമുക്ക് ഇല്ലേ പിടിച്ചിടാൻ പറ്റുന്നത് ഈ വെള്ളത്തിലാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്കിങ്ങനെ അവിടെ പോയിട്ട് ചെള്ളുകൾ എന്ത് ചെയ്യാം, വെള്ളത്തിൽ പിടിച്ചിട്ട് എല്ലാത്തിനും നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗായ്സ് ഇതിനെ കൊല്ലാനുള്ളൊരു രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂബികളെയൊക്കെ ബാധിക്കും. അപ്പം എന്താ പറയുക, ഇതുങ്ങളെ ശരിക്കും കൊല്ലാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്ന് വേണം തന്നെയാണ് ഗായ്സ് ഞാൻ പറയുള്ളൂ. അപ്പം നമുക്കിവിടെ കുറച്ച് നേരം നിന്ന് നോക്കാം. അയ്യോ, കുറച്ച് നേരം നിൽക്കണ്ടല്ലോ. അപ്പോഴേക്ക് ഇതേ ചെള്ളുകൾ നമ്മുടെ കാലിൽ കൂടി പിടിച്ച് കയറി കഴിഞ്ഞു. എൻ്റെ ഗായ്സ്, ഇതേ വെള്ളത്തിൽ നമുക്ക് ഓരോന്നിനോട് പിടിച്ചിടുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതേ ചത്ത വീഴുന്നുണ്ട്. ചത്ത വീണാലും ഇതുങ്ങൾ ചത്ത പോകില്ല. പിടിച്ച് കയറുന്നുണ്ടോ? അമ്മേ, പിടിച്ച് ഇല്ല, കൈ കൊണ്ട് പിടിക്കാനും പറ്റില്ല. സ്ലിപ്പായി തെറിച്ച് പോലാണ് പരിപാടി. അപ്പോൾ ചെള്ള് തെറിക്കുന്ന പോലെ എന്ന് പറയില്ലേ ഗായ്സ്? അപ്പോൾ എന്നെ നിങ്ങൾക്ക് ചെള്ള് തെറിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കമ്പനിയെ മറക്കാനല്ലേ ഇവിടുന്ന് രക്ഷപ്പെട്ടെ. മതി ഭയങ്കര ചെള്ളെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ചെള്ളാണ് കേട്ടോ. അപ്പോൾ ഇനി ഒറ്റ പ്രാവശ്യം മഴ പെയ്ത് കഴിയുമ്പോഴേക്കും ഈ ചെള്ളുകളൊക്കെ കൂടി അങ്ങോട്ട് ആദ്യം നിറച്ചുണ്ട്. എല്ലാത്തിനും കട്ടി തപ്പിക്കിട്ട് എനിക്ക് നല്ല ചൊറിയുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം അവിടെ ഇരിക്കട്ടെ ഗായ്സ്. അപ്പോൾ ഇനി ഒറ്റ പ്രാവശ്യം മഴ പെയ്യുമ്പോഴേക്ക് ഈ ചെള്ളുകളെല്ലാം കൂടി ഭയങ്കരമായിട്ട് അങ്ങ് കൂടും, പെരുക്കും. പിന്നത്തെ മഴയ്ക്ക് എന്താക്കും, ഈ ചെള്ളുകളെല്ലാം ചത്തുപോക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എല്ലാ വേനലിലും നമ്മുടെ ഇങ്ങനെ വീടിൻ്റെ പരിസരത്തായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെള്ളുകൾ കൂട്ടത്തോടെ ഇഷ്ടം പോലെ ഉണ്ടാകും. പിന്നെ ഇത് കടിക്കുന്നതാണ് നമുക്ക് പറ്റാത്ത. കടിക്കൽ മാത്രമല്ല, ഇത് ബ്ലഡ് കുടിക്കും. അതാണ് വലിയൊരിത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞോ, നരഭോജി എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ചെള്ളും എന്താ ബ്ലഡും കൂടി കുടിക്കുന്നതുകൊണ്ട് തന്നെ വെരി വെരി പെയിൻഫുള്ളാണ്. ഇച്ചിങ്ങും ഭയങ്കരമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് കയറിയിട്ട് ഇവിടുന്നൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് നമുക്ക് കയ്യൊന്നും എത്തൂല. അവിടെ നിന്നൊക്കെ കയറി കടിച്ചാൽ നമ്മൾ കഴിക്കും. സത്യം, നമുക്ക് കൈ എത്താത്ത സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമാണ്. അപ്പോൾ ഈ ചെള്ളിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ വശത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കേ വേണ്ട. അപ്പോൾ ഇവിടേക്ക് നമുക്ക് മഴ കിട്ടിയിട്ടേ ഇല്ല. വയനാട്ടിൽ എവിടേക്കോ മഴ പെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, മഴ കിട്ടണമെന്നാണ് ഗൈസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും റെമഡി ഇതുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ.
ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ചെള്ളിനെയും കൊണ്ട് അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെള്ളുപനിയാണ് ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. അപ്പം അത് ചെള്ള് ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതല്ല, ഭയങ്കര മാരകം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ചെള്ളുകളൊക്കെ പരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ വേനലിനും ഇങ്ങനെ ഉണ്ടാകും. അത് ഭയങ്കര ഡിഫിക്കൾട്ട് തന്നെയാണ്. ഇതുങ്ങളെയും കൊണ്ട് നമ്മൾക്ക് മടുത്തിരിക്കുകയാണ്. അപ്പം ഇത് ഇത്രയും വലിയ സൈസിൽ തൊട്ട് കുഞ്ഞ് സൈസിൽ, അതായത് മണൽത്തരേൻ്റെ അത്രയും ഉള്ളത് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ചെറുതിൻ്റെ ആയാലും ആ ബൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ആ സകലം നമുക്ക് ചൊറിയും കേട്ടോ. അപ്പോൾ ചൊറിഞ്ഞ് റെഡ് ഡോട്ടാകും. തടിച്ച് പൊങ്ങൊന്നുമില്ല, റെഡ് ഡോട്ടാവും. പിന്നെ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. പിന്നെ ആ ഇച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും, പിന്നെ അതങ്ങോട്ട് പോകും. മനസ്സിലായല്ലോ? അപ്പം ഇത് പോകുമ്പോഴേക്കും അടുത്തത് കടിക്കും. അപ്പോൾ അടുത്തത് അങ്ങനെയാവും. പിന്നെ ചൊറിഞ്ഞ് അവിടെ വ്രണമാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താ പറയുക, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൂച്ചേൻ്റെയും പട്ടീൻ്റെ ഒക്കെ മേത്തുണ്ടെങ്കിലും നമ്മൾ കുട്ടിമണീനെയൊക്കെ ആയാലും അവനെ നമ്മളിങ്ങനെ തീ കൂട്ടിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇവനെ മേത്തുനിന്നുള്ളത് ഈരി അടുപ്പിലേക്ക് ഇടും. അതുപോലെ തന്നെ പൂച്ചകളുടെ മേത്ത് നമ്മൾ പിടിച്ച് കളയും. അവരെ കുളിപ്പിക്കുമ്പോഴായാലും ചെള്ളിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കൊന്നു കളയും. കാരണം കൊന്നു കളയാതെ വേറെ ഒരു രക്ഷയില്ല ഇതുങ്ങളെ. കാരണം ഇതുങ്ങൾ നമ്മൾ എന്താ പറയുക, വെള്ളമൊക്കെ തട്ടുമ്പോൾ ഇതുങ്ങൾ ഡെഡായെന്ന് ഓർത്താലും ചാവില്ല, പിന്നെയും ജീവിച്ചുകൊണ്ട് വരും. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുങ്ങളെ കൊല്ലുന്ന ടൈമിൽ അതുങ്ങളുടെ വയറ് നമ്മൾ കൊല്ലരുത്. കൊല്ലാം, പക്ഷേ അതിൻ്റെ തല ചത്തിട്ടില്ലെങ്കിൽ അതിന് വീണ്ടും തലയിൽ നിന്ന് അതിനെ അതിജീവിച്ച് വരാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ തലയിൽ നിന്ന് ഇതിന് ജീവൻ വെപ്പിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിങ്ങനെ തെറിക്കുന്നതാണ് ചെള്ളെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള കുഞ്ഞ് 2 കൈകളൊക്കെ ഉണ്ട്. അപ്പം കൈയും കാലും കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഇതിങ്ങനെ തെറിച്ച് വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തല ചത്താലാണ് അത് മുഴുവൻ ചാവുള്ളൂ. അതിൻ്റെ വയറ് ചത്തെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ നമ്മൾ വിചാരിക്കരുത്. അതാണ് ഈ ചെള്ളെന്ന് പറഞ്ഞ വെരി 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 ഭയങ്കര സാധനം. ഗായ്സ്, അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് ചെള്ളിനുള്ള മരുന്ന് കിട്ടും, പിന്നെ അടിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് അത് പ്രശ്നമാവും എന്നൊക്കെ. അതെ, അപ്പോൾ നമ്മുടെ ഗിനിപ്പന്നികൾക്കൊക്കെ അവിടെ നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ അത് വിഷാംശം ഉള്ളതുകൊണ്ട് തന്നെ സീനാവും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് പീ എന്ന് പറഞ്ഞിട്ടൊരു ഡോഗ് ഉണ്ടായിരുന്നു. അവൻ്റെ മേത്ത് ഇതേപോലെ ചെള്ളുകൾ ഈ ടൈമിൽ ഭയങ്കര ചെള്ളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവൻ്റെ മേത്ത് നമ്മൾ ഈ മരുന്ന് ഒഴിച്ചിട്ട് നമ്മൾ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മേത്ത് ചെള്ള് കൂടി അവൻ അങ്ങനെ ചത്തുപോവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മരുന്നുകൾ നമ്മൾ മൃഗങ്ങളിട്ട് കുളിപ്പിക്കുമ്പോഴും ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണിത്. പിന്നെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നത് കൊണ്ട് തന്നെ പ്രകൃതി തന്നെ അതിനെ കളയട്ടെ എന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പരമാവധി അങ്ങോട്ട് പോകാതിരിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ചെള്ളിൻ്റെ ശല്യം നമുക്ക് ഭയങ്കരമാണ്. അപ്പോൾ ഇനി ഇതൊരു 2 മഴ പെയ്ത് കഴിഞ്ഞാലാണ് ഇതെന്തായാലും പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ. ഭയങ്കര ശല്യമാണ് ഇവരെ കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മരുന്ന് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ബ്ലാക്ക് ബീ അവൻ ചത്ത ടൈമിലും അവൻ്റെ മേലിൽ നിറച്ച് ചെള്ളിനെയും കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചെള്ളെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഹോം റെമഡീസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഞാൻ ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. അപ്പോൾ തുണി വിരിക്കാനും അതുപോലെ തന്നെ ഇവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ പോകുമ്പോഴാണ്, അതുപോലെ അടിച്ചു വരാൻ പോകുമ്പോഴൊക്കെയാണ് നമുക്ക് പണി കിട്ടാറുള്ളത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഐഡിയാസ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ. അപ്പം കൂടുതലും ഞാൻ തീയൊക്കെ കത്തിച്ചാൽ നിങ്ങളെയൊക്കെ കൊന്നൊക്കെ കളയുന്നുണ്ട്. എങ്കിലും അതൊരു 1നെ കൊന്നാലും 10നെ കൊന്നാലും 100 1000 ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഐഡിയാസ് ഉണ്ടെങ്കിലും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സൂപ്പർ ഡ്യൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.